വിവാഹത്തെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ദമ്പതിമാരുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും അതിൻ്റെ ആത്മീയമായിട്ടുള്ള മറ്റു മർമ്മങ്ങളെക്കുറിച്ചൊക്കെ ദൈവദാസന്മാർ സംസാരിക്കുകയുണ്ടായി. ഞാൻ ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് വിവാഹ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. എന്തിനാണ് വിവാഹം കഴിക്കുന്നത് എന്നൊരു ചോദ്യം ചോദിച്ചാൽ അതിൻ്റെ ഉത്തരങ്ങളൊക്കെ നമ്മൾ കേട്ടു. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ലാത്തതുകൊണ്ട് ദൈവം ഒരു തുണയുണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ്. അങ്ങനെ പലവിധ ഉദ്ദേശങ്ങളിലൂടെ വിവാഹം കുടുംബജീവിതം മുന്നോട്ട് പോകുമ്പോൾ ദൈവശാസ്ത്രപരമായ മറ്റൊരു പ്രധാനപ്പെട്ട ഉദ്ദേശം കൂടി വിവാഹത്തിലുണ്ട് എന്ന് സൽമോനും ഹെലനും മനസ്സിലാക്കണം. കുടുംബസ്ഥരായിരിക്കുന്ന നമ്മളെല്ലാവരും മനസ്സിലാക്കണം. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ താല്പര്യമുള്ള എല്ലാവരും മനസ്സിലാക്കണം. റോമർക്ക് എഴുതിയ ലേഖനം, പൗലോസ് അപ്പോസ്തലൻ റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യത്തിൽ അതിപ്രധാനമായിട്ടുള്ള ഒരു മർമ്മം പൗലോസ് അപ്പോസ്തലൻ വിവരിക്കുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞതിന് ശേഷം അതിൻ്റെ ഒരു പൊരുള് നിങ്ങളോട് വിവാഹത്തോടുള്ള ബന്ധത്തിൽ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28-29-ാമത്തെ വാക്യം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അതായത് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് തന്നെ ദൈവം എല്ലാ കാര്യങ്ങളും നന്മയ്ക്കായി ചേർന്ന് പ്രവർത്തിക്കുമാറാക്കുന്നു എന്ന് നാം അറിയുന്നു. അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക. എൻ്റെ കയ്യിലിരിക്കുന്ന വേറെ തർജ്ജിമയാണ്, അത് നിങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലായി കാണും, അത് ആസ്വദിക്കുക. 29-ാമത്തെ വാക്യം. ദൈവം മുൻകൂട്ടി അറിഞ്ഞവരെ തൻ്റെ പുത്രനോട് സദൃശ്യരായി തീരാൻ മുൻ നിയമിച്ചിരിക്കുന്നു. ഒന്നുകൂടി ഞാൻ വായിക്കുന്നു. ദൈവം മുൻകൂട്ടി അറിഞ്ഞവരെ തൻ്റെ പുത്രനോട് സദൃശ്യരായി തീരാൻ മുൻ നിയമിച്ചിരിക്കുന്നു. ഈ വാക്യത്തിൻ്റെ പൊരുള്, ദൈവം ഒരു വ്യക്തിയെ രക്ഷയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ഒരു ലക്ഷ്യം, താല്പര്യം എന്ന് പറയുന്നത് തൻ്റെ പുത്രൻ എങ്ങനെയാണോ ആയിരിക്കുന്നത് ആ പുത്രൻ്റെ സ്വഭാവത്തോട് നമ്മെ അനുരൂപരാക്കാൻ വേണ്ടിയിട്ടാണ് തിരഞ്ഞെടുത്തത് എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും നല്ല സൺ, ഏറ്റവും നല്ല പുത്രൻ, ഏറ്റവും നല്ല മകൻ ദൈവം കർത്താവായ യേശു ക്രിസ്തുവാണ് എന്ന് നമ്മൾ കാണുകയുണ്ടായി. ആ കർത്താവായ യേശു ക്രിസ്തുവിനെ പോലെ വിളിക്കപ്പെട്ട നമ്മളെ ഓരോരുത്തരെയും സ്വഭാവത്തിൽ, പ്രകൃതത്തിൽ എന്ന് പറഞ്ഞാൽ ആ പുത്രന്റെ സ്വഭാവത്തോട് നമ്മെ അനുരൂപരാക്കി മാറ്റുക എന്നുള്ള ഒരു പ്രവൃത്തിയാണ് ദൈവം ഇന്ന് നമ്മളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, രക്ഷിക്കപ്പെട്ട വ്യക്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പ്രവൃത്തി ദൈവം ചെയ്തെടുക്കുന്നത് ചില സംവിധാനങ്ങളിലൂടെയാണ്. അതിലെ ഒരു പ്രധാനപ്പെട്ട സംവിധാനമാണ് ദൈവത്തിൻ്റെ ഒരു സ്ഥാപനമാണ്. ഞാനതിനെ സ്കൂൾ എന്ന് വിശേഷിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ ഒരു സ്കൂൾ ആണ് ഭവനം അല്ലെങ്കിൽ കുടുംബ ജീവിതം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനോട് നമ്മെ സാദൃശ്യമുള്ളവരാക്കി മാറ്റാൻ, ആ സ്വഭാവം ഗുണമുള്ളവരാക്കി മാറ്റാൻ ദൈവം നമ്മെ ചില സ്കൂളുകളിലൂടെ കടത്തിവിടുകയാണ്. അതിലെ ഒരു പ്രധാനപ്പെട്ട സ്കൂളാണ് കുടുംബജീവിതം എന്ന് പറയുന്ന സ്കൂൾ. ഈ സ്കൂളിൽ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പഠിക്കുകയാണ്. ഭാര്യ ഭർത്താക്കന്മാർ അവർ ഒരുമിച്ച് പഠിക്കുകയാണ്. ഇനി സൽമോനോ ഹെലനോ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചോദിക്കാനും പറയാനും ചോദ്യം ചെയ്യാനും പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ ഒരു കൂട്ടാളിയുണ്ട്, ഒരു ജീവിത പങ്കാളിയുണ്ട്. സൽമോൻ ഇനി പല കാര്യങ്ങൾക്കും കണക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ടാകും. അതുപോലെ ഹെലനും ആ നിലയിൽ തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ടാകും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഇത് പറഞ്ഞു പോയാൽ എനിക്ക് ധാരാളം പറയാനുണ്ടാകും. പക്ഷേ ഞാൻ അതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് പ്രവേശിക്കുന്നില്ല. നമ്മെ ഷേപ്പ് ചെയ്യാൻ ദൈവം മാറ്റി വെക്കുന്ന ഒരു സ്ഥലമാണ് കുടുംബം. കുടുംബജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്, ഒത്തിരി നന്മവശങ്ങളുണ്ട്, ഒത്തിരി സന്തോഷങ്ങളുണ്ട്, ഒത്തിരി ഉത്തരവാദിത്തങ്ങളുണ്ട്. പക്ഷെ കുടുംബജീവിതത്തിലേക്ക് നമ്മെ കർത്താവ് പ്രവേശിപ്പിക്കുമ്പോൾ നമ്മെ ഷേപ്പ് ചെയ്യുന്ന ഒരു പണി കൂടി ദൈവം കുടുംബജീവിതത്തിൽ ചെയ്യുന്നുണ്ട്. ടു മേക്ക് us a better person before the Lord. കർത്താവിൻ്റെ മുമ്പാകെ നമ്മെ ഏറ്റവും നല്ലൊരു വ്യക്തിയാക്കി മാറ്റാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. ആ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന വ്യക്തികൾക്ക് ഉണ്ടായിരിക്കേണ്ട, അങ്ങനെ ഏറ്റവും ബെറ്ററായിട്ട് മാറാൻ ഉണ്ടായിരിക്കേണ്ട രണ്ട് കാര്യങ്ങളിൽ, ആ കാര്യങ്ങളൊക്കെ ദേവദാസന്മാർ പറഞ്ഞു, ഞാൻ ഒന്നുകൂടി എടുത്ത് പറയുകയാണ്. പരസ്പര വിധേയത്വം, അതാണ് എഫെസ്യ ലേഖനത്തിൽ നമ്മൾ കാണുന്നത് 5-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ. പരസ്പര വിധേയത്വം ഉള്ളവരായി ഭാര്യ ഭർത്താക്കന്മാർ മാറണം. മറ്റൊന്നാണ് സ്നേഹമുള്ളവരായിട്ട് മാറണം, ബഹുമാനമുള്ളവരായിട്ട് മാറണം,
ഇതൊക്കെ സംഭവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നത്. നമ്മളെല്ലാവരും അറിയണം, നമ്മുടെ ആദ്യത്തെ സ്നേഹം ദൈവത്തിനുള്ളതാണ്. നാം ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും, ദൈവവചനത്തിലെ പ്രമാണങ്ങൾ നമ്മൾ അനുസരിക്കാൻ തയ്യാറാകും. ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരുടെ ഉത്തരവാദിത്തങ്ങൾ, കടപ്പാടുകൾ ചെയ്യാൻ നമ്മൾ മനസ്സുള്ളവരായി സമർപ്പിക്കപ്പെടും എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് പ്രിയ സഹോദരി സഹോദരന്മാരെ, കുടുംബജീവിതം കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആത്മീയമായിട്ടുള്ള ലക്ഷ്യം എന്നുള്ളത് നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് നമ്മെ അനുരൂപരാക്കാൻ ദൈവം അനുവദിക്കുന്ന മറ്റൊരു സംവിധാനം കൂടിയാണ്. അതുകൊണ്ട് പരസ്പരം വിധേയമുള്ളവരായിട്ടും സ്നേഹമുള്ളവരായിട്ടും കറക്ഷന് വിധേയപ്പെടണം, പ്രോത്സാഹനത്തിന് നിങ്ങൾക്ക് ഇടമുണ്ടാകണം. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തികളായി, ഷെയ്പ്ഡായിട്ട്, നമ്മൾ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്ന വ്യക്തികളായിട്ട് മാറണം. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ജീവിതത്തിൽ വ്യക്തിപരമായി ഉണ്ടായ ഒരു അനുഭവം ഞാൻ പറഞ്ഞിട്ട് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാറ്. ഞാനും എൻ്റെ ഭാര്യയും മോളും കൂടി, വേറെ ചിലരും കൂടി ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരു കാര്യം ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ദൈവദാസൻ്റെ ഭവനത്തിൽ പോയി. അപ്പോൾ ഞാനതെല്ലാം പറയുന്നില്ല. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ ജ്ഞാനവും എൻ്റെ ബുദ്ധിയും എൻ്റെ സാമർഥ്യവും കഴിവും ഒക്കെ എടുത്ത് ഞാനങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. വാസ്തവത്തിൽ ഞാൻ ഒരു ആവേശം കൊണ്ട് ചില കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞതാണ്. അത് അല്പം അധികപ്പറ്റായി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, ഞങ്ങൾ തിരിച്ച് യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണ നാടൻ ഭാഷയിൽ പറയാറുണ്ടല്ലോ, എൻ്റെ വാഹനത്തിലിരുന്ന് എൻ്റെ ഭാര്യയും എൻ്റെ മോളും എന്നെ പഞ്ഞിക്കിട്ടു. എന്താ പറഞ്ഞാൽ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായി. കാരണം എൻ്റെ പെർഫോമൻസ് വളരെ മോശമായി പോയി. ഉദ്ദേശം നല്ലതായിരുന്നു, പക്ഷെ മാർഗം തെറ്റിപ്പോയി എന്നോട് പറഞ്ഞു. അമ്മയും മകളും കൂടി എന്നെ നന്നായിട്ട് ശകാരിച്ചു. അപ്പ ചെയ്തത് ഇച്ചിരി കൂടിപ്പോയി, അപ്പയുടെ ലക്ഷ്യം നല്ലതായിരുന്നു, പക്ഷെ മാർഗം തെറ്റിപ്പോയി എന്ന് പറഞ്ഞ് അവരെന്നെ നന്നായി വധിച്ചു, എന്നെ നന്നായി ശകാരിച്ചു, എന്നെ തിരുത്തി. ഞാൻ പറയട്ടെ, ഞാൻ അല്പം സ്വല്പമൊക്കെ ഒന്ന് ചെറുത്ത് നിൽക്കാൻ ശ്രമിച്ചുവെങ്കിലും എൻ്റെ ഉള്ളിലും എനിക്കൊരു ചിന്തയുണ്ടായിരുന്നു, ഞാൻ ഈ പറയുന്നത് അല്പം ശരിയാണ്, അവർ പറഞ്ഞതിൽ യാഥാർത്ഥ്യമുണ്ട്. കുറച്ചൊക്കെ ഞാനൊന്ന് പ്രതിരോധിക്കാൻ ശ്രമിച്ചു, പക്ഷെ ഞാൻ അവസാനം കീഴടങ്ങി കൊടുത്തു. ഞാൻ സോറി പറഞ്ഞു. എൻ്റെ ഭാര്യയോടും എൻ്റെ മകളോടും ഞാൻ പറഞ്ഞു, ഓക്കെ, ഐ ആം സോറി ഫോർ വാട്ട് ഐ ഹാവ് സ്പോക്കൺ ഓർ ദ പെർഫോമൻസ് ഐ ഡിഡ്. എന്നോട് ക്ഷമിക്കണം എന്ന് ഞാൻ പറയുകയുണ്ടായി. ഞാൻ എന്താ പറഞ്ഞതെന്നറിയാമോ? ഞാനൊരു തെറ്റേറ്റ് പറഞ്ഞതിന് വേണ്ടിയിട്ടല്ല, ഇതുപോലെ ജീവിതത്തിൽ ഉണ്ടാകും. ആ സമയത്ത് തെറ്റുകൾ നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് നമ്മുടെ ജീവിതത്തിൽ എടുത്തു കാണിക്കുമ്പോൾ അത് സ്വീകരിക്കാനും അത് തിരുത്താനും നമുക്ക് മനസ്സുണ്ടാകുമ്പോഴാണ് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞത്, ദൈവം എൻ്റെ ഭാര്യയെ, എൻ്റെ ഭർത്താവിനെ ജീവിതത്തിൽ അനുവദിച്ചിരിക്കുന്നത് എൻ്റെ തെറ്റുകൾ തിരുത്താൻ, ഞാൻ മിടുക്കിയാകാൻ, ഞാൻ കുറേ കൂടി നല്ല വ്യക്തിയാകാൻ, ഞാൻ കുറേ കൂടി മെച്ചപ്പെട്ട ഒരു സ്വഭാവത്തിന് ഉടമസ്ഥനായി മാറാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ വെച്ചിരിക്കുന്ന അധ്യാപകനാണ് എൻ്റെ ഭർത്താവ്, അധ്യാപികയാണ് എൻ്റെ ഭാര്യ എന്നുള്ള തിരിച്ചറിവുണ്ടായാൽ നല്ല കുടുംബജീവിതം നയിക്കാൻ കഴിയും, സന്തോഷത്തോടെ പോകാൻ കഴിയും. ഇല്ല എങ്കിൽ ഈഗോ എന്ന് പറയുന്ന അധ്യാപകൻ കയറി വരും, രണ്ടുപേരും കൂടി അടിക്കും, പിരിയും. ഇത് സംഭവിക്കാതിരിക്കാൻ വേദപുസ്തകം പറയുന്നു, കർത്താവിൻ്റെ സ്നേഹത്തിൽ നിങ്ങൾ പരസ്പരം വിധേയത്വമുള്ളവരായിരിക്കും. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. മറ്റ് സന്ദേശങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുകയുണ്ടായി. യേശു ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് കടന്നു വരുന്നതിനുള്ള ഒരു മനോഭാവം, ഒരു തയ്യാറെടുപ്പ് നിങ്ങൾക്കുണ്ടാകട്ടെ. യേശു ക്രിസ്തുവാന്ന ആ മണവാളനോട് മണവാട്ടിയായി പ്രതിജ്ഞ ചെയ്യുവാനായിട്ട് നിങ്ങൾക്ക് ഇതുവരെയും സാധിച്ചിട്ടില്ലെങ്കിൽ യേശു ക്രിസ്തു എന്ന് പറയുന്ന ആ മണവാളനുമായിട്ടുള്ള ബന്ധത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കുവാൻ നിങ്ങൾ അവസരം ഉപയോഗിക്കുക. യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവും ദൈവമായി ജീവിതത്തിലേക്ക് സ്വീകരിച്ചാൽ എഫീസ് ലേഖനത്തിൽ പറയുന്ന ആ മനോഹരമായ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. കറ, വാട്ടം, മാലിന്യം ഇവയെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റിക്കളഞ്ഞ് നിങ്ങളെ ഏറ്റവും നല്ല വ്യക്തിയാക്കി മാറ്റാൻ യേശു ക്രിസ്തുവിന് കഴിയും. യേശു ക്രിസ്തുവിനുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരുന്നവർക്ക് മാത്രമാണ് അങ്ങനെ ഒരു ജീവിതം ഉണ്ടാകുകയുള്ളൂ. ആ വിധേയത്വമുള്ളവർക്ക് മാത്രമാണ് അങ്ങനെ ഒരു അവസരം ഉണ്ടാകുകയുള്ളൂ. അങ്ങനെ യേശു ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരാൻ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമ്മൾ വിവാഹ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്.